കുട്ടികളുടെ ആശങ്ക ചെറുതല്ല. മുഴുവൻ A+ കിട്ടിയാലും ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനാകുമോ എന്നത് തന്നെയാണ് അവരുടെ ആശങ്ക. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേട്ടോ, മലബാറിലാകെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ ആശങ്കയുണ്ട്. ഉയർന്ന മാർക്ക് ലഭിച്ചിട്ടും സീറ്റ് കിട്ടുമോ എന്നത് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ പറയാനുള്ളത് കേൾക്കാം. ഇതൊന്ന് കേൾക്കും. A+ന്റെ എണ്ണം കൂടുതലും സീറ്റിന്റെ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഗവൺമെന്റ് അതിനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്ന് തോന്നുന്നു. ചെറിയൊരു ആശങ്കയുണ്ട്. റിസൾട്ട് വരുന്നതിന് മുന്നേ ആയിരുന്നു കൂടുതലായിട്ട് ആശങ്ക. അപ്പോൾ കൂടുതൽ ഫുൾ A+ ഇല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ, ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ A+ ആണ്, ഇനി അങ്ങോട്ട് എന്തെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. മലപ്പുറം ജില്ലയിൽ സീറ്റുകളുടെ പെർസെൻറ്റേജ് എണ്ണം വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ബാച്ച് തന്നെ അധികം കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കേവലം 50 കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ 60 കുട്ടികളും പിന്നീട് അത് 65 കുട്ടികളുമായി മാറി അവിടെ കുട്ടികൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരപ്രായക്കാരായുള്ള കുട്ടികളാണ്. അവർക്കിത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കുറേ വാച്ചുകൾ അനുവദിക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും പഠിക്കണ്ടല്ലേ. ഇപ്പം എല്ലാവർക്കും ഫീസ് കൊടുത്തൊന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വാച്ചുകൾ കൂടുതൽ അനുവദിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ A+ കിട്ടിക്കൊണ്ടും മലപ്പുറം ജില്ലയിലാണ്. അവർക്ക് വേണ്ട സീറ്റ് അനുവദിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിഷയം നൽകി കൊടുക്കണമെന്ന്, അതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം, തുടർന്ന് പഠിക്കാനുള്ള അവസരം നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കണം. അത് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ പാസ്സായിട്ടുള്ള കുട്ടികൾ, ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് തന്നെ തുടർ പഠനത്തിന് ഇനി എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കാരണം അവർക്ക് ഒന്നുകിൽ പാരലൽ കോളേജിൽ പോയിട്ട് ഫീസ് കൊടുത്തിട്ട് പഠിക്കണം. അപ്പോൾ ഈ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ സർക്കാർ എന്തെങ്കിലും ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വഴി കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം സബ്ജക്റ്റ് എടുത്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ +2നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ന്റെ മുകളിൽ കുട്ടികൾ പുറത്തിരിക്കേണ്ടി വരും. അവർക്ക് വെറുതെ ഈ കൊല്ലം നഷ്ടപ്പെടാം. ഉറക്കൊഴിച്ചിട്ടും ഈ കറണ്ട് ഇല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടും പഠിക്കണ കാലം. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അത്രയും മാതാപിതാക്കൾ ട്യൂഷനും മറ്റുള്ളതിനൊക്കെ വിട്ട് കുട്ടികളെങ്ങനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാതെ എന്തിനാ പഠിച്ചിട്ട് കാര്യം എന്താ ഉള്ളത്? കാരണം ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ്. 10+ ഉണ്ടായിട്ട് പോലും ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാതെ അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും. അപ്പോൾ നമ്മൾ പഠിച്ച് A+ വാങ്ങിച്ചോ നമുക്ക് സീറ്റ് ഉറപ്പിക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തേടിയിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് വന്നതാണ്. അങ്ങനെ ടെൻഷൻ ഉണ്ട്. കാരണം എല്ലാവർക്കും ഫുൾ A+ ആയതുകൊണ്ട് സീറ്റ് കുറയാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. ആശങ്ക ഉണ്ട്. കാര്യം ഫുൾ A+ കിട്ടിയ ആൾക്കാർക്ക് മുൻഗണന കിട്ടണം എന്നാണ് ഒരു ഇത്. എന്നിട്ട് അതിനനുസരിച്ച് കുറഞ്ഞു വരണമെന്ന് ഒരു ഇഷ്ടപ്പെട്ട സ്കൂളൊന്നുമില്ല. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ഒരു സ്കൂൾ ഉണ്ട്. സീറ്റ് കുറവാന്നുള്ളൊരു ടെൻഷനില്ല, പ്രതീക്ഷ ഉണ്ട്. ആശങ്കകളിപ്പോൾ എൻ്റെ മോളിപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മൂത്ത മോള്, അവളിപ്പോൾ ഇപ്പോൾ 4 മണിക്കാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു, നമ്മൾ സീറ്റ് എവിടെ കിട്ടും എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ച സ്ഥലത്ത് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പല സ്കൂളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അവൾ വിചാരിക്കാത്ത ഒരു സ്കൂളിലാണ് അവൾക്ക് കിട്ടിയത്.